എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനെ പണ്ട് പോലെ അറിയാം, എങ്കിലും ഈ കോഡ് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാരിസും ടോൺചേട്ടനുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റും പിന്നെ ഒന്നും പ്രത്യേകിച്ചും പറഞ്ഞില്ല, ഞാൻ വരികയും ചെയ്തു. അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു, ബിജുവിൻ്റെ അവറാജൻ ആൻഡ് സൺസ്. അല്ല, ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷൂട്ടിങ് നമ്മൾ ഡയറക്ടർ കൂടെ ആയതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ലിസ്റ്റിൻ വേണ്ടതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ള ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ ഒരു കാര്യം ഞാൻ പറയാം. പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കുമ്പോൾ ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്നിൻ്റെ ജൂലൈ 4-ന് 22 വർഷമോ മൂന്ന് ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വിൻഡോ ഇറക്കുമ്പോൾ 10 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല. പിന്നെ ദിലീപിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള നടൻ ദിലീപാണ്. എൻ്റെ സുഹൃത്തായതുകൊണ്ടോ എൻ്റെ നായകനായതുകൊണ്ടോ പൊക്കി പറയുന്നതിൻ്റെ കണക്കുകൾ അതാണ് പറയുന്നത്. അത് മറക്കരുത്. സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറഞ്ഞ നായകനാണ്. അത് ദിലീപ് അർഹിക്കുന്നതാണ്. അത് ഇനിയും ദിലീപ് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടനോട് ഒരു കഥ പറയാൻ പറ്റുമോ, എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ പേടിയാണ്. എടാ ഇന്നലെ കിട്ടുമ്പോൾ കഥ നീ എന്തിനാ ജോലി, എന്തിനാ? കാരണം ദിലീപിൻ്റെ ഇഷ്ടം എന്താ നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല, എന്തിനാ നമ്മൾ ഉള്ള കാര്യം പറ്റടിക്കുന്നത്. അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം, ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ എത്രയോ പടങ്ങൾ, ഷാഫ് ചെയ്ത പടങ്ങൾ, ഞാൻ ചെയ്ത പടങ്ങൾ, ലാൽജോസ് ചെയ്ത പടങ്ങൾ, എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നത്. തിളക്കമൊക്കെ എനിക്ക് തോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറയുന്നു, ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയാക്കി. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ. ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി, വീഡിയോ നന്നായിട്ട് എടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാരിസിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളിതിൽ ചെറിയ ഷാരിസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തന്നെ തോന്നുന്നു, കർത്താവ് നിങ്ങൾ ശരിയാവും. അപ്പോൾ നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാം, ഇപ്പോൾ ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ചോദിക്കുക, കൊച്ചിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വയറ്റുവേദന ഉള്ളായിരിക്കും. എന്നാലും പേഷ്യൻ്റ് എൻ്റെ കൊച്ചിന് ഡോക്ടർ, അപ്പോൾ നമുക്ക് ഡൗട്ടാവും, ദൈവമേ രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞ ഷാരിസ് എനിക്ക് തന്നെ തോന്നുന്നു, കർത്താവ് ഞാൻ ചെയ്താൽ ശരിയാവോ, പിന്നെ സംശയം തീർത്തേ ഇല്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് നമ്മടെ പോകും, ശരിയായോ എന്നുള്ളത്. അപ്പം ആ ഒരു അത്ര ഇതിനോടുള്ള എന്നാ പറയുന്നത്, പ്രാണം കളഞ്ഞ് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്, ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാൾസ് ശിവരാജിൽ പോലും കണ്ടില്ല. അതുപോലെ ബിൻഡോയുടെ പ്രശ്നം അങ്ങോട്ട് പോകണം. ബിൻഡോയ്ക്ക് ആരെയും പണിക്കുന്ന ഇഷ്ടമല്ല. കേരള കോൺഗ്രസ്സുകാരനാണ്, ആരെയും ബിൻഡോ പഠിപ്പിക്കില്ല. അത് കൃത്യമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ടോടങ്ങാൻ ക്രിസ്ത്യാനി അല്ലേ. അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റിയാസ് ദിലീപിന്റെ ഫാൻസിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം അവരൊക്കെ ചങ്ക് കൊടുത്താണ് കൂടെ നിൽക്കുന്നത്. എനിക്കറിയാം, ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു.